ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം. പ്ലാസി, ബക്സാർ എന്നീ യുദ്ധങ്ങളോടുകൂടി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന്റെ തുടക്കം 1857 വിപ്ലവമായിരുന്നു. ഈ വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. നാനാ സാഹിബ്, താന്തിയ തോപ്പി, ബേഗം ഹസരത്ത് മഹൽ, ഝാൻസി റാണി, ബഹദൂർ ഷാ രണ്ടാമൻ എന്നിവർ വിപ്ലവത്തിന് നേതൃത്വം വഹിച്ചു. സ്വാതന്ത്ര്യസമരത്തിൽ ഒട്ടേറെ രാജാക്കന്മാർ പങ്കെടുത്തു. വേലുത്തമ്പി ദളവ, ടിപ്പു സുൽത്താൻ, ഹൈദർ അലി, കേരള സിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജ, മാർത്താണ്ഡവർമ്മയും സാമൂതിരി രാജാവും പങ്കെടുത്തു. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടീഷുകാരനായ എ.ഒ. ഹ്യൂമിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റായിരുന്നു W.C. ബാനർജി. 1905 കഴ്സൺ പ്രഭു ബംഗാൾ രണ്ടായി വിഭജിച്ചത്. വലിയ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ ബംഗാൾ വിഭജനം റദ്ദാക്കി. 1885 മുതൽ 1905 വരെയുള്ള കാലം മിതവാദ ദേശീയതയും 1905 ശേഷം തീവ്രവാദ ദേശീയതയും ഉടലെടുത്തു. 1906 സർവ്വ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടത്. മുഹമ്മദ് അലി ജിന്നയാണ് സർവ്വ മുസ്ലിം ലീഗ് സ്ഥാപകൻ. 1907 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സൂറത്തിൽ വെച്ച് രണ്ടായി പിളർന്നു. 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. 1916 ലക്നൌവിൽ വെച്ച് കോൺഗ്രസ് വീണ്ടും ഒരുമിച്ചു. ഇതേ വർഷം ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. രാഷ്ട്രപിതാവായ ഗാന്ധി അക്രമരാഹിത്യത്തിലൂടെയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം ആരംഭിച്ചു. 1917 ചമ്പാരൻ സത്യാഗ്രഹവും 1918 ആദ്യ നിരാഹാര സത്യാഗ്രഹമായ അഹമ്മദാബാദ് തുണിമിൽ സമരവും ഖേഡ സത്യാഗ്രഹവും സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യസമരത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ് പഞ്ചാബിലെ അമൃത്സറിൽ നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജനറൽ ഡയർ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകി. പിന്നീട് ഉദ്ധം സിംഗ് അദ്ദേഹത്തെ വധിച്ചു. 1919 ഖിലാഫത്ത് പ്രസ്ഥാനവും 1920 നിസ്സഹകരണ പ്രസ്ഥാനവും ആരംഭിച്ചു. 1921 മലബാർ കലാപവും തുടർന്ന് വാഗൺ ട്രാജഡിയും നടന്നു. ചൗരി ചൗര സംഭവത്തോടുകൂടി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജി ആവശ്യപ്പെട്ടു. ജാതീയതയ്ക്കെതിരായുള്ള സമരങ്ങളായിരുന്നു വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ രൂപീകരിക്കപ്പെടുകയും സായുധ സമരങ്ങൾക്കൊടുവിൽ സുഖ്ദേവ്, ഭഗത് സിംഗ്, രാജഗുരു എന്നിവർ തൂക്കിലേറ്റപ്പെടുകയും ചെയ്തു. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച INA സമരത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം വളരെ പ്രധാനപ്പെട്ടതാണ്. 1929 നിയമലംഘനവും തുടർന്ന് ദണ്ഡി യാത്രയും നടന്നു. ഗാന്ധിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന വചനം ആഹ്വാനം ചെയ്തത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ നവോത്ഥാന നായകന്മാർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. നിരവധി പോരാട്ടങ്ങൾക്കൊടുവിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു.